ഞായറാഴ്ചയായിട്ട് എന്താ നമ്മുടെ സ്പെഷ്യല്? ഞാൻ ഇന്ന് ബോട്ടിക്കറി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ബോട്ടി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ബോട്ടി. ഓക്കെ, ഒരു 1.5 കിലോ ഉണ്ട്. അപ്പം അതിനായിട്ട് നമുക്ക് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ആക്കാം. ഓക്കെ. നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടി. എന്താണ് മെയിൻ പരിപാടി? ഓക്കെ. അരച്ച് നമുക്ക് മാറ്റാം. ബോട്ടിക്ക് നിങ്ങളുടെ നാട്ടിൽ എത്ര കിലോയ്ക്ക് പറയണേ? ഇവിടെ കിലോയ്ക്ക് 250 രൂപ. ഇതവര് പകുതിയല്ല, ഓൾമോസ്റ്റ് എല്ലാം തന്നെ നന്നാക്കി വെച്ചിരുന്നു. നമുക്ക് ചെറിയൊരു പണി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവർക്കും നോമ്പാണോ അതൊന്ന് ഇതിൽ മെൻഷൻ ചെയ്ത് പറയണേ. ഇനി അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ചതയ്ക്കുന്ന സാധനം. ചതച്ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് നമ്മള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മൾ ഉള്ളി വഴറ്റുന്നതിലിടും. നമ്മള് കുറച്ച് കറിവേപ്പില കീറിടാം. ഇനി കുറച്ച് മസാലയും കൂടി ഇടാൻ പോവാണ്. കൂടി ഒരു 2 സ്പൂൺ ഇരിക്കട്ടെ അല്ലേ. മഞ്ഞപ്പൊടി ഇരിക്കട്ടെ. മീറ്റ് മസാല ഒരു 2-3 സ്പൂൺ ഇരിക്കട്ടെ. മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിൽ നിന്ന് ഇറങ്ങിക്കോളും. നമുക്കിത് അടുപ്പത്ത് വെക്കാം അല്ലേ. തക്കാളി പറഞ്ഞ മറ്റേ 2 തക്കാളി, 1 പച്ചമുളക്, 1 പച്ചമുളക്. നമ്മൾ എണ്ണ ചേർത്ത് കടുകിടാം. കുറച്ചേരത്തേക്കൊന്ന് മൂടി വെക്കാം. കുറച്ച് മസാല നമുക്ക് ഇതിലേക്കും കൂടി ഇട്ട് കൊടുക്കണം. മീറ്റ് മസാല അപ്പൊ അതിനനുസരിച്ച് വേണ്ട വേവിക്കാൻ വെച്ച ബോട്ടിയിൽ വിട്ടതും. ഒരു 4 സ്പൂൺ. ജോലി അടിച്ചിട്ട് നിന്നെ കുരുമുളക് പൊടി വീഴും.
വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ചേർത്ത് കൊടുക്കും. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് കിടന്നു കഴിക്കട്ടെ. കറിയായി. ഇനി നമുക്ക് ചേട്ടാൻ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് ഈ ബോട്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുരുമുളകിന്റെ ഫ്ലേവർ കുറച്ച് കൂടുതലുണ്ടെന്നല്ല കറക്റ്റായിട്ട് ഇപ്പോൾ എല്ലാം സൂപ്പർ.